പ്രതിഷേധങ്ങൾക്കൊടുവിൽ പൊന്നാനി നഗരസഭയിലെ വഴികാട്ടി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം തുറക്കാൻ തീരുമാനം. അടുത്ത ആഴ്ച മുതൽ നിലവിലെ കേന്ദ്രത്തിൽ ശുശ്രൂഷ കേന്ദ്രം പ്രവർത്തിക്കും. ബുധനാഴ്ച മുതൽ ജീവനക്കാരിയുടെ സേവനവും ലഭ്യമാവും. അടച്ചുപൂട്ടിയ പൊന്നാനി നഗരസഭയുടെ വഴികാട്ടി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്തെ കെട്ടിടത്തിൽ വഴികാട്ടി സേവനം ലഭ്യമാക്കുമെന്നായിരുന്നു നഗരസഭാ ചെയർമാൻ പറഞ്ഞിരുന്നതെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ ഒരാഴ്ചയ്ക്കകം നിലവിലെ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം. വഴികാട്ടി നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വഴികാട്ടിയുടെ പ്രവർത്തനം കുറച്ചു നാളായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൽ കുറച്ചധികം അസൗകര്യങ്ങളുണ്ടായിരുന്നു. പഴയ കെട്ടിടമായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചോർച്ചയും അതേപോലെ തന്നെ ഈ മെഡിക്കൽ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില അസൗകര്യങ്ങൾ ആ കെട്ടിടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ പഴയ കെട്ടിടത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികളിൽ ചേർത്ത് ഈ പറയപ്പെടുന്ന വഴികാട്ടിയുടെ കെട്ടിടവും പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടി നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികൾ അവിടെ നടന്നു വരികയുമാണ്. അത് അത്തരത്തിലുള്ള അസൗകര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അസൗകര്യങ്ങളെല്ലാം മാറ്റി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കെട്ടിടം ഈ വഴികാട്ടിക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി സജ്ജമാക്കും. പഴയ സ്റ്റാഫ് സ്ഥലം മാറിപ്പോവുകയും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയുമാണ് കേന്ദ്രം അടച്ചത്. എന്നാൽ ജൂലൈ 8-ന് NHM പകരം സ്റ്റാഫിന് നൽകിയിട്ടും വഴികാട്ടിയിൽ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഇവർ മറ്റൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. ആരോഗ്യമേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് സമീപത്തായി 5 വർഷം മുൻപ് വഴികാട്ടി ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. പൊന്നാനി ബസ് സ്റ്റാൻഡിലും നഗരസഭാ കാര്യാലയത്തിലും എത്തുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ ഉടനടി നൽകുക, രക്തത്തിലെ ഷുഗർ നിലയുടെയും ബ്ലഡ് പ്രഷറിന്റെയും പരിശോധന എന്നിവയ്ക്കുള്ള സൗകര്യവും ഉണ്ടായിരുന്ന വഴികാട്ടി മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്രത്തിന്റെ ചുമരുകളിൽ വിള്ളൽ വന്ന് കേന്ദ്രം ശോചനീയാവസ്ഥയിലാണ്. ഇതിനിടെ വഴികാട്ടിയിലെ ജീവനക്കാരി സ്ഥലം മാറിപ്പോയതോടെ കേന്ദ്രം അടച്ചിടുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ദേശീയാരോഗ്യ ദൌത്യത്തിന് കീഴിലെ വഴികാട്ടി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭയിൽ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത്. എമർജൻസി കെയറിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകയുടെ സേവനം രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. NCV ന്യൂസ് പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ ക്രിസൻ പ്ലാസ ബിൽഡിംഗ് കുറ്റിപ്പുറം റോഡ് എടപ്പാൾ.